സമ്പത്ത് പരിപാലിക്കപ്പെടണോ? ദാനം ശീലമാക്കണം. അതുകൊണ്ട് മുതലിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, ദാനമാണ്. ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിച്ച് കണ്ടു. അതിൽ പറഞ്ഞു, മനുഷ്യൻ്റെ അടുത്ത് നയാ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണത്. വാപ്പോടില്ല എന്ന് പോയി പറഞ്ഞാടാ പറഞ്ഞു ചെറുക്കനോട്, മൂത്തവനോട്. അതൊരു പഠിപ്പാണ്. വേറൊരു പഠിപ്പുണ്ട്. എന്താ പഠിപ്പ്? വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസയെന്ന് ഒരു 5 കൊട്ടനുറുപ്പ്യ എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അയാൾ ഞമ്മളിരുന്ന് എന്തേലും ഒന്ന് കിട്ടുമെന്ന് കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തില്, വെറും കൈയോടെ മടക്കണേ ശരിയല്ല, അല്ല ഞമ്മക്ക് വേറെ തന്നോളും, വാപ്പാൻ്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞങ്ങാണ്ട് കുട്ടിയുടെ അടുത്താണ് കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ഞാൻ ചിലപ്പം പറയലുണ്ട്, ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവാണ്. എല്ലാവർക്കും നല്ലട്ടെ പറഞ്ഞത്, ഇനി ജോലിക്കാരെ കൂടി തല്ലാൻ വരുമൊന്നും വേണ്ട. ഗവൺമെന്റ് ജോലിക്കാർക്ക്, ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട്. എന്താ സംഭവം എന്ന് അറിയുങ്ങൾ? അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും, പിന്നെ മീൻകാരന് കൊടുക്കാൻ, സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ, ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സദക്കക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. സദക്കക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ, മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ, ഹലാലും ത്വയ്യിബുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓൻ്റെ വാപ്പാൻ്റെ വാപ്പേ 7 തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെ എത്തിങ്ങാനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും ത്വയ്യിബുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ, അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ 10 തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹാ ഹബീബുനാ റസൂലുള്ളാഹി. നന്മ അതിന്റെ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനം ശീലമാക്കണം. അത് വലിയൊരു ശീല. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കയാണ്. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്. സക്കാത്ത് ഉണ്ടാവൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്. സ്വതക്ക, ഹിബത്ത്, ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ബറക്കത്തുണ്ടാവുന്നതാണ്. അതായത് 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും, 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സമ്പത്തിലെ ബറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് കൊണ്ടുള്ള എല്ലാവരും ബറക്കത്താണ് പോകും. ഭൂമിയിലുള്ള ബറക്കത്ത് പോവും, വീട്ടിലുള്ള ബറക്കത്ത് പോവും, എല്ലാം പോവും. അങ്ങനെ. അപ്പൊ അതാണ് വീട്ടിലും ബറക്കത്തുണ്ട്. വീട്ടിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി. അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി, മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു. വീട്ടിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന് 2 അടയാളങ്ങൾ ഉണ്ടെന്നാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് 2 അടയാളങ്ങളാണ്.
ഒന്ന് തുടരെയുള്ള മരണം. മരിക്കാപ്പം എന്തായാലും മരിക്കും, പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നതൊരു പ്രശ്നമല്ലേ. തുടരെയുള്ള മരണം വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. എത്ര പൈസ കിട്ടിയാലും തികണില്ല. കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ വേണ്ടത്? സൂറത്തുൽ വാഖിയ ഓതണം. സൂറത്തുൽ വാഖിയ പതിവാക്കണം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. മൻ ഖറഅ സൂറത്തുൽ വാഖിയ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിയ ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും മറത്തൻ, ഒരു പ്രാവശ്യം, ലം യജിദുഹു ഫാഖത്തുൻ അബദാ, അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് വേണ്ടത്. എന്നെ സംഗതി വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് എപ്പോഴും വിരുന്നുകാർ വരണം. എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം. അഞ്ചനെ വിളിക്കണം, ജ്യേഷ്ഠനെ വിളിക്കണം, തറവാട്ടിൽ നിന്ന് വാപ്പാടെന്ന് ഇടക്ക് വരാൻ പറയണം. ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനവൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, വിരുന്നുകാർ വരാത്ത വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. അങ്ങനെ. അതുകൊണ്ട് ബറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബറക്കത്ത് വലിയ സംഗതിയാണ്. സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാറുണ്ട്. വേറൊരാള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇവർക്ക് വലിയ സമ്പത്തിൽ ബറക്കത്തുണ്ടായ ആൾക്കാരാണ്. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി തങ്ങളൊപ്പം താമസിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ്. അനസ് ബിൻ മാലിക് എന്നാ പറയാ. മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ വേദിൽ കേട്ടിട്ടുണ്ടാവും. മകൻ മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മു സുലൈം. അത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ്. എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച എളാപ്പ. അതാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ അനസിനെ എന്താ വേണ്ടതെന്നൊരു തർക്കമുണ്ടായി. തറവാട്ടിൽ നിർത്തണോ, ഉമ്മ കൊണ്ടോണോ? അബൂ ത്വൽഹ നോക്കാൻ റെഡിയാണ്, കൊണ്ടുപോകാനും റെഡിയാണ്. പക്ഷെ ഇവർക്ക് പറഞ്ഞേക്കാനൊരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞേക്കണോ നിർത്തണോ, അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തു, നബിൻ്റെ അടുത്ത് കൊണ്ടാക്കുക സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. എന്നാൽ വേണ്ടവർക്ക് പോയി കാണാം, കൊണ്ടുവരേണ്ടവർക്ക് അവിടുന്ന് കൊണ്ടുവരാം, നബി തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഒരാളോ ഇക്കോരും. അങ്ങനെ തീരുമാനിച്ചിട്ട് എളാപ്പ അബൂ ത്വൽഹ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് നബി തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ റളിയല്ലാഹു അൻഹു, ഓന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അതിലിങ്ങനെ തലയിൽ കൈവച്ചിട്ട് ദ്വാരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസിന് മുതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് തോരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്നും മരിച്ചാല് മരിച്ചോടത്തൊന്ന് ഓതണമെങ്കിൽ ദർസുള്ളോടത്തൊന്ന് വാടക ആളെ കൊണ്ടുവരേണ്ടി വരും. അനസ് റളിയല്ലാഹു അൻഹുവിന് ഹാഫിളീങ്ങളായ 100 ചില്ലാനം മക്കളുണ്ടായി. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ദീർഘകാലം ജീവിക്കുകയും ചെയ്തു, ഒരുപാട് കാലം ജീവിച്ചു, കുറേ മക്കളുണ്ടായി, 100 ചില്ലാനം മക്കള്. എല്ലാവരും ഹാഫിളീങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ ദുആ ഉള്ളൂ, മക്കളിൽ ബറക്കത്ത് ചെയ്യണേ.